മൂന്ന് തലമുറകളുടെ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ശൂതി ശാസ്ത്രജ്ഞൻ എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ കാനം ശങ്കരപ്പിള്ള എന്ന ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ചരിത്രം ഒന്ന് പറയാം. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ രണ്ടാമത്തെ ബാച്ചാണ്. 1962 68 MBBS പാസ്സാകുന്നു. അക്കാലത്തെ എൻ്റെ സീനിയർ ബാച്ചിന് ഹൗസ് സർജൻസി പാസ്സാകുന്ന സമയത്ത് തന്നെ സർക്കാരിൽ ജോലി കിട്ടുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ബാച്ചിലുള്ളവർക്ക് 6 മാസം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ആ 6 മാസത്തിനിടയ്ക്ക് എനിക്ക് മാവേലിക്കര PM ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. അതിനുള്ള കാരണം എൻ്റെ മെൻറ്ററായ അടുത്ത കാലത്തെ അന്തരിച്ച കേരളത്തിലെ സീനിയർ മോസ്റ്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ജോർജ് ജേക്കബ് സാറാണ്. അപ്പോൾ ഡോക്ടർ ജോർജ് ജേക്കബ് സാറിൻ്റെ യൂണിറ്റിൽ ശരിക്കും പറഞ്ഞാൽ PJ ഗീവർഗീസ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഫിസിഷ്യൻ്റെ അദ്ദേഹമാണ് കൗമാരപ്രായത്തിലുള്ള അല്ലെങ്കിൽ അഡോളസൻ പീരീഡിലുള്ള ആളുകളിലുണ്ടാകുന്ന ഒരു പ്രത്യേക ഇനം പ്രമേഹത്തെക്കുറിച്ച് ലോകത്തിൽ ആദ്യമായിട്ട് പഠിച്ചത്. അങ്ങനെ പഠിച്ച ലോകപ്രസിദ്ധനായ ഒരു ഡയബറ്റോളജിസ്റ്റായിരുന്നു ഡോക്ടർ PJ ഗീവർഗീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു ഡോക്ടർ ജോർജ് ജേക്കബ്. അദ്ദേഹത്തിൻ്റെ യൂണിറ്റിലാണ് എനിക്ക് ഹൗസ് സർജനായിട്ട് ജോലി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത്. അപ്പം ഡോക്ടർ ജോർജ് ജേക്കബ് സാറിൻ്റെ പെറ്റായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു ഞാൻ, ഹൗസ് സർജനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ ഡോക്ടർ രാജൻ എന്ന് പറയുന്ന ഡോക്ടർ ഫിലിപ്പിൻ്റെ PM ഹോസ്പിറ്റലിലാണ് ഞാൻ 6 മാസക്കാലം ജോലി ചെയ്തത്. അക്കാലത്തെ ആ ഹോസ്പിറ്റലിൽ വാക്യൂം എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞൊരു ഉപകരണം ഉണ്ടായിരുന്നു. ഈ വാക്യൂം എക്സ്ട്രാക്ടർ ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ഗൈനക്കോളജി പ്രൊഫസറായിരുന്ന മമ്മി എന്ന് വിളിക്കപ്പെട്ടിരുന്ന മിസ്സിസ് മേരി ഫിലിപ്സ് ആണ്. അപ്പോൾ മേരി ഫിലിപ്സ് ഇംഗ്ലണ്ടിൽ നിന്നും MRCOG നേടിയതിന് ശേഷം അക്കാലത്ത് സ്വീഡനിൽ മാത്രമേ ഉള്ളൂ വാക്യൂം അപ്പറേറ്റസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള പ്രസവങ്ങളിലെ യോനി മാർഗമുള്ള പ്രസവത്തെ സഹായിക്കാൻ ത്വരിതപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമുണ്ട്, വാക്യൂം എക്സ്ട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉപകരണം ഹൗസ് സർജൻസി സമയത്ത് ഞാൻ വിപുലമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം മാവേലിക്കര ആശുപത്രിയിലും ഈ ഉപകരണം ഉണ്ടെങ്കിലും അവിടെയുള്ള ഡോക്ടർമാരെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാനാണ് മാവേലിക്കര ആശുപത്രിയിൽ ആ ഉപകരണം 6 മാസക്കാലം തുടർച്ചയായിട്ട് ഉപയോഗിച്ച് അക്കാലത്തെ മാവേലിക്കയും പരിസരം കൊണ്ടുമുള്ള ഒരുപാട് ഗർഭിണികൾ അത് കാരണം എൻ്റെ പരിചരണത്തിനെത്തുകയുണ്ടായി. അങ്ങനെ എത്തിയ ഒരു ആയംകുളംകാരി ഒരു മുസ്ലിം പെൺകുട്ടിയിൽ ഞാൻ ആ വർഷം 1968 വാക്യൂം അപ്പറേറ്റസ് ഉപയോഗിച്ച് അവളുടെ പ്രസവം ത്വരിതപ്പെടുത്തുകയുണ്ടായി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിൽ, ആ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി എന്നാണ് പറയുന്നത്, ആ കാലത്ത് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് ആ ഉമ്മായുടെ മകള് എൻ്റെ അടുത്ത് തന്നെ പ്രസവത്തിന് വരികയുണ്ടായി. അതാണ് രണ്ടാമത്തെ തലമുറയുടെ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറയാൻ കാരണം. വർഷങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് ഞാൻ പൊൻകുന്നത്ത് വന്നതിന് ശേഷം 26 ഹൈ റേഞ്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ അന്ന് അവളുടെ മകളുടെ പ്രസവം എടുക്കേണ്ടി വന്നു. അത് സാധാരണ പ്രസവമായിരുന്നു. അപ്പോൾ ആദ്യത്തേത് വാക്യൂം എക്സ്ട്രാക്ടർ, രണ്ടാമത്തേത് സിസേറിയൻ, മൂന്നാമത്തേത് നോർമൽ ഡെലിവറി. അങ്ങനെ അമ്മയുടെയും മകളുടെയും കൊച്ചുമകളുടെയും പ്രസവം എടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞാൻ 3 തലമുറകളുടെ ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പം മമ്മി ഞങ്ങളോട് പറഞ്ഞിരുന്നു, അക്കാലത്തെ മറ്റ് പ്രൊഫഷനിലുള്ള അല്ലെ മറ്റ് സ്പെഷ്യാലിറ്റികളിലുള്ള ഡോക്ടർമാർക്ക് ഒരേ സമയം ഒരു ജീവൻ മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കാറുള്ളൂ. എന്നാൽ ഗൈനക്കോളജിസ്റ്റുകൾക്ക് ഒരേ സമയത്ത് 2 ജീവൻ, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ കൈകാര്യം ചെയ്യാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 4, ഒരിക്കൽ 5 ജീവൻ വരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു പ്രത്യേക സംഗതി കുട്ടികളോട് പറഞ്ഞത് മമ്മിയാണ്, മിസ്സിസ് മേരി ഫിലിപ്സ്. അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ 50 പേരുള്ള ബാച്ചിലെ 5 ആൺകുട്ടികൾ പിൽക്കാലത്ത് ഗൈനക്കോളജിസ്റ്റുകളായി. അതിൽ ഏറ്റവും പ്രസിദ്ധനായത് എൻ്റെ സഹമുറിയനായിരുന്ന, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിരുന്ന BP പൈലിയാണ്. BP പൈലി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു. പിൽക്കാലം റിട്ടയർമെൻറ്റിന് ശേഷം ലാലുവയിലെ രാജഗിരി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഒരു PK ശേഖരൻ, അതുപോലെ ഒരു KK പ്രഭാകരൻ, അങ്ങനെ 3
ആൺകുട്ടികൾ പിൽക്കാലത്തെ മെഡിക്കൽ കോളേജിൽ 3 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. 4-മത്തേത് ഞാൻ. പിന്നെ ഒരു PC ചെറിയാനുണ്ടായിരുന്നു, സർക്കാർ സർവീസിലുള്ള കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ജോലി ചെയ്ത PC ചെറിയാൻ. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ സൂപ്രണ്ടായി കുറേ നാൾ ജോലി ചെയ്യുകയായി. എല്ലാവരും ഇപ്പോൾ 80 വയസ്സിന് മേളായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് VP പൈയിൽ മാത്രമേ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാറുള്ളൂ. ആ സമയത്ത് ഒരേ ഒരു പെൺകുട്ടി മാത്രം, വിക്ടറി ജോഷി എന്ന് പറയുന്നത്. അപ്പോൾ 5 പുരുഷന്മാരും ഒരു സ്ത്രീയും മാത്രമേ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഗൈനക്കോളജിക്ക് പോയുള്ളൂ. അപ്പോൾ അങ്ങനെ പോകാൻ കാരണം മമ്മിയുടെ അന്നത്തെ ആ ഒരു വാക്കാണ്. മറ്റു ഡോക്ടർമാർ ഒരു ജീവൻ മാത്രം കൈകാര്യം ചെയ്യുമ്പോൾ ഗൈനക്കോളജിസ്റ്റുകളെ 2ഓ അതിലധികമോ ജീവൻ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മമ്മിയോട് കടപ്പാടുണ്ട്, ഡോക്ടർ ജോർജ് ജേക്കബിനോട് കടപ്പാടുണ്ട്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രൊഫഷനിൽ ഏറ്റവും രസകരമായ സംഗതി, പിൽക്കാലത്തെ എൻ്റെ മകൻ അജേഷ് ശങ്കർ കാരിത്താസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോർജ് ജേക്കബിൻ്റെ കൂടെ ജോലി നോക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, അച്ഛനേക്കാൾ പ്രസിദ്ധനാകണം മകൻ എന്ന് പറയുമായിരുന്നു. എന്ന് മാത്രമല്ല, UK പോകണമെന്നും MRCP എടുക്കണമെന്നും എൻ്റെ മകനോട് നിർദ്ദേശിച്ചിരുന്നത് ഞങ്ങളുടെ 2 പേരുടെയും മെൻറ്ററായ ഡോക്ടർ ജോർജ് ജേക്കബാണ്. എൻ്റെ മകനെ പിൽക്കാലത്തെ ഇംഗ്ലണ്ടിലെ UK സീനിയർ ഗൈനക്കോളജിസ്റ്റായി MRCOGയും FRCOGയും ഒക്കെ എടുത്തു. എന്നെയും എൻ്റെ മകനെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഞങ്ങളുടെ 2 പേരുടെയും മെൻറ്ററാണ് അടുത്ത കാലത്തെ അന്തരിച്ച ഡോക്ടർ ജോർജ് ജേക്കബ് സാർ.